പക്ഷേ ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ നമ്മുടെ വിഹിതം കുറയുകയാണ് ചെയ്തത്. 16,25,000 നിന്ന് 14,25,000 മെട്രിക് ടണ്ണായി കുറഞ്ഞു. ഇപ്പോൾ 2 ലക്ഷം ടണ്ണിൻ്റെ കുറവ് സംസ്ഥാനത്തിന് സംഭവിച്ചു. അപ്പോൾ ഈ നമ്മുടെ 14,25,000 മെട്രിക് ടണ്ണിൽ 10,26,000 മെട്രിക് ടൺ മുൻഗണനാ വിഭാഗത്തിലാണ് അനുവദിക്കുന്നത്. ആ മുൻഗണനാ വിഭാഗം കേരളത്തിൽ 43% വരും. അതിന് പുറമെ സംസ്ഥാനത്തിനുള്ള ഒരു മാസത്തെ അരിയുടെ ടൈഡ് ഓവർ വിഹിതം അത് 33,294 മെട്രിക് ടണ്ണാണ്. ഈ 33,294 മെട്രിക് ടണ്ണാണ് 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് നൽകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ തോതിൽ പോലും അരി നൽകുന്നതിന് പര്യാപ്തമല്ല ഈ 33,294 മെട്രിക് ടണ്ണാണ്. ഈ പ്രതിമാസ സീലിംഗ് 33,294 മെട്രിക് ടൺ എന്ന ആ സീലിംഗ് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഉത്സവങ്ങൾ, ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കാർഡ് ഉടമകൾക്ക് കൂടുതൽ അരി നൽകേണ്ട സാഹചര്യമുണ്ടാകും. പക്ഷേ ആ അരി നൽകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുകയാണ്. ഈ സീലിംഗ് ഉണ്ട്, 33,294 മെട്രിക് ടണ്ണേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് അത് മറികടക്കാൻ സംസ്ഥാനം മറ്റൊരു വഴി നേരത്തെ സ്വീകരിച്ചിരുന്നു. അത് FCI വഴി നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമുണ്ട്. അപ്പം അതിൽ പങ്കെടുത്തുകൊണ്ട് സപ്ലൈകോ 29 രൂപ നിരക്കിൽ അരി വാങ്ങുമായിരുന്നു. ആ അരിയാണ് 23-24 രൂപ നിരക്കിൽ നേരത്തെ വിതരണം ചെയ്തിരുന്നു. അത് സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിന് വലിയ തോതിൽ സഹായകമായ ഒന്നായിരുന്നു. ഇത് ഫലപ്രദമായ മാർക്കറ്റിലുള്ള ഇടപെടലായിട്ടാണ് വന്നത്. ഇപ്പോൾ അതും തടഞ്ഞിരിക്കുക. കേന്ദ്ര സർക്കാർ ആ മാർക്കറ്റ് ഇടപെടൽ പോലും തടയാനാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ OMS സ്കീം അനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചു പോവുകയാണ്.
നമ്മൾ സപ്ലൈകോ മുഖേന 24 രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. KRS വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയാണ്